എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭയുടെ അന്തർദേശീയ പുസ്തകോത്സവത്തിൻ്റെ 5ാം ദിവസമായ ഇന്ന് ഡോക്ടർ ജേക്കബ് സാംസൺ രചിച്ച ഗോത്രഗാഥ എന്ന മഹാകാവ്യത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ് ഇവിടെ അരങ്ങേറുന്നത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൂടെ തുടക്കം കുറിച്ച മലയാള മഹാകാവ്യങ്ങളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഗോത്രഗാഥ. 2021 പ്രസിദ്ധീകരിക്കപ്പെട്ട ഗോത്രഗാഥ ബൈബിൾ ആസ്പദമാക്കി ഗാഥാരൂപത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ മഹാകാവ്യമാണ്. ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഗോത്രഗാഥയുടെ ഇംഗ്ലീഷ് പതിപ്പ് ലിറിക്സ് ഓഫ് ലൈനേജ് എന്ന ശീർഷകത്തോടെ ശ്രീ ഈപ്പൻ ചാക്കോ വിവർത്തനം ചെയ്തത് 2023 കേരള സർവകലാശാലയുടെ റിസർച്ച് ഫെസ്റ്റിൽ പ്രകാശനം ചെയ്തു. ഇസ്രായേലിന്റെ പൗരാണിക ചരിത്രത്തിലേക്കു കൂടി വെളിച്ചം വീശുന്ന ഈ മഹാകാവ്യത്തിൽ ബൈബിളിലെ ഇതിഹാസ നായകനായ യാക്കോബിന്റെ ജീവചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. ലളിതമനോഹരമായ ശൈലിയിൽ ഈണത്തിൽ പാടാൻ കഴിയുന്ന ഈ മഹാകാവ്യം ഇതര ക്രൈസ്തവ മഹാകാവ്യങ്ങളിൽ നിന്നും പലതുകൊണ്ടും വ്യത്യസ്തത പുലർത്തുന്നു. മലയാളത്തിലെ മഹാകാവ്യ പ്രസ്ഥാനം നൂറ്റാണ്ടുകളിലൂടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ മുതൽ ജേക്കബ് സാംസന്റെ ഗോത്രഗാഥ വരെ എന്ന വിഷയത്തിൽ നടക്കുന്ന ഈ ചർച്ചാ സമ്മേളനം മഹാകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ച് സമഗ്രവും സംക്ഷിപ്തവുമായ അറിവ് ലഭിക്കുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മലയാള വിഭാഗം സീനിയർ പ്രൊഫസറും HODയും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ M. കൃഷ്ണൻ നമ്പൂതിരിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. 10ലധികം പഠന നിരൂപണ ഗ്രന്ഥങ്ങൾ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി രചിച്ചിട്ടുണ്ട്. തുഞ്ചൻ എൻഡോവ്മെന്റ് അവാർഡ്, ഇടശ്ശേരി അവാർഡ്, ഡോക്ടർ KN എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 10ലധികം പഠന നിരൂപണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള സർവകലാശാല ഇക്കണോമിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ക്രിസ്റ്റബൽ PJ സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയും പ്രഭാഷകയുമാണ്. അതിലുപരി ബൈബിളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളുമാണ്. ഡോക്ടർ ക്രിസ്റ്റബൽ PJയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച പ്രഭാഷകയും എഴുത്തുകാരിയും തിരുവല്ല മാർത്തോമ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ഷൈനി തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കവിയും എഴുത്തുകാരിയും തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ M. ഗംഗാദേവിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കവിയും മുതിർന്ന പത്രപ്രവർത്തകനും ഒമാൻ ഒബ്സർവർ പത്രത്തിന്റെ മുൻ ചീഫ് എഡിറ്ററുമായ ശ്രീ ടോബി തലേലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗോത്രഗാഥ മഹാകാവ്യം ഉൾപ്പെടെ 50ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഡോക്ടർ ജേക്കബ് സാംസനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലും സാഹിത്യരംഗത്തും പ്രാധാന്യമുള്ള ഈ ചർച്ചയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്വാഗത പ്രസംഗത്തിനായി ഡോക്ടർ ജേക്കബ് സാംസനെ ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹാഗുരുക്കന്മാരുടെ പരമ്പരയിലെ അറിവിൻ്റെ നിറകുടങ്ങളായ അഭിമന്യ ഗുരുക്കന്മാരെ, അറിവ് കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര സ്ഥാപിച്ച പ്രശസ്തരും പ്രമുഖരുമായ സദസ്യരെ, മലയാള സാഹിത്യത്തെയും കവിതയെയും സ്നേഹിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ആരാധ്യനായ സ്പീക്കർക്കും നിയമസഭാ അംഗങ്ങൾക്കും സംഘാടക സമിതിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹിത്യ സമ്മേളനത്തിന് വേദി ഒരുക്കി തന്നത് വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകമായി നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അദൃശ്യ സാന്നിധ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാം മനസ്സുകളിൽ കൃഷ്ണഗാഥയിലൂടെ ഇടം പിടിച്ച ചെറുശ്ശേരിക്കാണ്. അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യത്തിന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ചെറുശ്ശേരി
മഹാകാവ്യം എഴുതി വളരെ കഷ്ടപ്പെട്ട്, അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് എത്ര വലിയൊരു ഗ്രന്ഥമാണെന്ന്. അതൊന്ന് പകർത്തി എഴുതാനോ മൊത്തം വായിക്കാനോ തന്നെ എത്ര സമയമെടുക്കും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതുമായി വന്നപ്പോൾ ഇതിൽ ചെറുശ്ശേരിയുടെ എരിശ്ശേരിയിൽ കർഷണമില്ലെന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെട്ടത്. ചെറുശ്ശേരി പറഞ്ഞു, നെഞ്ചിൻ നിവർത്തി നിന്ന് തലയിൽ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഇളക്കി നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു. ഇളക്കി നോക്കിയവരും ഇളക്കി നോക്കാത്തവരും അന്ന് മുതൽ ഇന്ന് വരെ ചെറുശ്ശേരിയുടെ എരിശ്ശേരി വളരെ ഹൃദ്യമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ എല്ലാ പ്രദർശന സ്റ്റാളിലും ഇവിടെ ഉണ്ടാവും. കൃഷ്ണഗാഥയുടെ ഏറ്റവും പുതിയ പതിപ്പ് വിൽപ്പനയ്ക്കുണ്ട്. ഈ പറഞ്ഞ പണ്ഡിതന്മാർ ആരാണെന്ന് പോലും എല്ലാവർക്കും ഓർമ്മ പോലും കാണില്ല. കാരണം ജനഹൃദയങ്ങളിലേക്കാണ് ചെറുശ്ശേരി ഇടം പിടിച്ചത്. എൻ്റെ മഹാകാവ്യത്തിൽ ഞാനുണ്ടാക്കിയതിൽ ഒരു കഷ്ണവും ഉണ്ടാവുകയോ, കഷ്ണം പോലും കാണുന്നില്ലല്ലോ ഇളക്കി നോക്കിയാലും എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിളക്കിയാലും അതിൽ നിന്ന് ഒരു കഷ്ണം പോലും കിട്ടൂല. കാരണം ഞാൻ ഉണ്ടാക്കിയത് എരിശ്ശേരി അല്ല, ഞാൻ ഉണ്ടാക്കിയത് രസമാണ്. ഇതിൽ എരിവും പുളിയും അത്യാവശ്യം സ്വാദുമൊക്കെ ഉള്ളൂ. ചെറുശ്ശേരി ഉണ്ടാക്കിയല്ലോ, ഇനി വേറൊരാൾ അതുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ എല്ലാ രസങ്ങളും എൻ്റെ പ്രതിഭ അനുസരിച്ച്, എൻ്റെ കഴിവനുസരിച്ച് ഞാനതിൽ ചാലിച്ചെടുത്തിട്ടുണ്ട്. കവിതയെക്കുറിച്ചും മഹാകാവ്യങ്ങളെക്കുറിച്ചും ഒക്കെ അഭിപ്രായം പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷേ 40 വർഷം കവിത എഴുതിയതിന് ശേഷം മഹാകാവ്യം എഴുതിയ ഒരാൾ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, കവിതയെന്ന് പറയുന്നത് കാറ്റ് വീശുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ, ഇടി വെട്ടുന്നത് പോലെ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉത്ഭൂതമാകുന്ന ക്ഷിപ്ര പ്രതികരണങ്ങളുടെ ബഹുസ്ഫുരണമാണ് കവിത. അത് പലതരത്തിൽ പല ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അതേസമയം മഹാകാവ്യം അങ്ങനെയല്ല. മഹാകാവ്യങ്ങൾ ശരിക്കും നമ്മുടെ അന്തരാത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളാണ്. അന്തരാത്മാവിൽ നിന്നാണ് അത് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. മഹാകാവ്യം ആരെഴുതിയാലും അത് ആത്മാവിൻ്റെ അലയൊലികളാണ് മഹാകാവ്യങ്ങളെന്ന് ഞാൻ പറയും. അതാരെഴുതിയാലും അങ്ങനെ തന്നെയാണ്. അതിൽ ആത്മാവിൻ്റെ അലയൊലികളാണ്. അത് കാലത്തിനും ദേശങ്ങൾക്കും അപ്പുറത്ത് എത്തി നിൽക്കുന്നതാണ്. ഒരു മഹാകാവ്യം എഴുതുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലോട്ടും നൂറ്റാണ്ടുകൾക്ക് മുന്നിലോട്ടുമുള്ള ജനസമൂഹത്തെ ഒന്നിച്ച് മുന്നിൽ കണ്ടുകൊണ്ടാണ്, വിവിധ തരം ചിന്തകളും ഭാവങ്ങളും ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് ഒരു മഹാകാവ്യം എഴുതുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല, ഒരു നീണ്ട കാലാവധി ഒരേ മാനസികാവസ്ഥയിൽ തപസ് എന്ന് പറയാൻ എനിക്കറിഞ്ഞൂടെ. ഞാൻ തപസ് ചെയ്തിട്ടില്ല. ഒരു തപസ്യ പോലെ, ഒരു ധ്യാനം പോലെ ചെയ്തു തീർത്തിട്ടുള്ളവയാണ് എല്ലാ മഹാകാവ്യങ്ങളും. കാരണം അതൊക്കെ തന്നെ എഴുതിയിട്ടുള്ളതല്ല, എഴുതപ്പെട്ടിട്ടുള്ളവയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മഹാകാവ്യങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. അതൊക്കെ ഒരു ദൈവനിയോഗം പോലെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ വലിയ സദസ്സിൽ നിൽക്കാൻ എനിക്ക് ആകെയുള്ള ഒരേ ഒരു യോഗ്യത, ഞാനൊരു മഹാകവി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതിനെപ്പറ്റി ഒന്നും തന്നെ പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഈ സമ്മേളനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷകനുമായ കൃഷ്ണൻ നമ്പൂതിരി സാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ആവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പാടാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഹൈദരാബാദിലൊരു പ്രോഗ്രാം കഴിഞ്ഞ് തൃശ്ശൂരിൽ വന്നിട്ട് വിശ്രമം പോലും എടുക്കാതെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം വളരെ കഷ്ടപ്പെട്ട് വന്നതാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷ ഡോക്ടർ PJ ക്രിസ്റ്റഫലിനെ നിങ്ങൾക്ക് മിക്കവാറും വിദ്യാർത്ഥി വർഗത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ക്രിസ്റ്റഫൽ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഗവേഷണം നടത്തുന്നത്. അതിലാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള. ആ നിലയിലാണ് എല്ലാവർക്കും അറിയാവുന്നത്. അന്തർദേശീയ തലത്തിൽ പ്രഭാഷകയാണ്, അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുന്ന ആളാണ്. പക്ഷേ ക്രിസ്റ്റഫലിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ബൈബിളിലുള്ള അഗാധമായ പാണ്ഡിത്യമാണ്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും, ബൈബിളിലെ ഏത് സബ്ജക്റ്റ് ചോദിച്ചാലും ആ സെക്കൻഡിൽ അത് എവിടെയുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടെന്നുള്ളത് ഒരു റെഫറൻസും ഇല്ല, അപ്പോഴും പറയും. ഈ ഒരു കഴിവിനെയാണ് ഞാൻ വളരെയേറെ അഭിനന്ദിക്കുന്നത്. ക്രിസ്റ്റഫലിനെ വളരെ സന്തോഷത്തോടു കൂടി, ബൈബിളിലുള്ള അഗാധ പണ്ഡിതയായ ക്രിസ്റ്റഫലിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഷൈനി തോമസ് ഒരു മികച്ച പ്രഭാഷകയാണ്, എഴുത്തുകാരിയാണ്. തിരുവല്ല മർത്തോമ കോളേജാണ്. അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം
വളരെ പ്രയാസപ്പെട്ട് വന്നതാണ്. മാത്രമല്ല ക്രൈസ്തവ രംഗത്ത് വളരെ താല്പര്യത്തോടുകൂടി വളരെ ആവേശത്തോടുകൂടി പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലും ഏത് രംഗത്തും ഒരേപോലെ മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഷൈനി തോമസിനെ കുറിച്ച് ഒന്നും പറയുന്നതിനേക്കാൾ അവരുടെ പ്രസംഗം കേട്ടാൽ മാത്രം മതിയാകും അവരാരാണെന്ന്. അത്ര മികച്ച പ്രഭാഷകയാണ്. ഈ വേദിയിൽ നമുക്ക് ലഭിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. ഷൈനി തോമസിനെ ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഗംഗാദേവി ടീച്ചർ. ടീച്ചറിനെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം ഈ തലസ്ഥാനത്തോടു കൂടി അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും സകല ആളുകൾക്കും അറിയാവുന്ന ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുസ്തകങ്ങൾക്കെല്ലാം ഗംഗാദേവി ടീച്ചറിൻ്റെ ഒരു അനുഗ്രഹ സ്പർശം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഗംഗാദേവി ടീച്ചറിനെ കാണിക്കാതെയും തൊടിയിക്കാതെയും ഞാൻ ഒരു പുസ്തകം ഇറക്കിയിട്ടില്ല. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഐശ്വര്യമാണ്. ടീച്ചർ ഏത് പുസ്തകത്തെ എൻ്റെ ഒരു പുസ്തകം പ്രകാശനത്തിന് ഏറ്റുവാങ്ങിയിരുന്നു. ആ പുസ്തകം വലിയ വിജയമായിരുന്നു. അതുപോലെ തന്നെ ടീച്ചർ ഏതൊരു സദസ്സിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ടീച്ചർ മികച്ച കവിയാണ്, എഴുത്തുകാരിയാണ്. വിമൻസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഗംഗാദേവി ടീച്ചറെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ടോബി തലയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ സീനിയർ എഡിറ്ററായിരുന്നു. അദ്ദേഹം ഒമാൻ ഒബ്സർവറിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഒരു കവിയാണ്. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ ദീർഘമായ കാലം ഞങ്ങൾ അകലങ്ങളിലാണെങ്കിലും വ്യക്തിപരമായിട്ട് വാട്സപ്പിലൂടെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ ചർച്ചകൾ എപ്പോഴും ഞങ്ങൾ ഓൺലൈനിലുള്ള ധാരാളം ചർച്ചകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സദസ്സിനെ ധന്യമാക്കാനായിട്ട് എത്തിയിരിക്കുന്ന പ്രമുഖ പത്രപ്രവർത്തകനായ ടോബി തലയിലിനെ ഞാൻ വളരെ ആദരപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിലെത്തിയിരിക്കുന്ന എല്ലാവരെയും വാക്കുകൾക്ക് അതീതമായ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും മുഖ്യ പ്രഭാഷണത്തിനുമായി ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിട്ടുള്ള മഹാകവി എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കട്ടെ, മഹാകവി ഡോക്ടർ ജേക്കബ് സാംസൺ, സഹപ്രഭാഷകരായിട്ടുള്ളവരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിലേറ്റവും ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത്, ഈ കാലഘട്ടത്തിൽ ആരും അത്ര ശ്രദ്ധിക്കാത്ത, ഈ മേഖലയിൽ അധികമാരും കൈവയ്ക്കാത്ത ഒരു രചനാ രൂപത്തിന് സാക്ഷാത്കാരം നൽകിയ, ആ സാക്ഷാത്കാരം എന്ന് പറയാവുന്ന കൃതി മഹാകാവ്യം ഗോത്രഗാഥ, അതിൻ്റെ ചർച്ചാ യോഗമാണ്. നമുക്കറിയാം ഇവിടുത്തെ സമയ പരിമിതി, ഇനി ഒരു 10-25 മിനിറ്റാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ചർച്ചാ യോഗം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പറയട്ടെ. ഈ വളരെ വിശദമായിട്ട് തയ്യാറാക്കിയ ഒരു പ്രബന്ധം തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഇത് അവതരിപ്പിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിലേറെ സമയം വേണം. കാരണം 10-25 പേജുള്ള അതിൻ്റെ അങ്ങനെ തയ്യാറാക്കാൻ കാരണം, മഹാകാവ്യ പ്രസ്ഥാനം നൂറ്റാണ്ടുകളിലൂടെ എന്ന പേരിലൊരു പുസ്തകം ഈ ചർച്ചായോഗത്തിൽ അവതരിപ്പിക്കുന്ന മറ്റ് പ്രബന്ധങ്ങളും എല്ലാ പ്രബന്ധങ്ങളും ചേർത്തിട്ട് തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായിട്ട് പ്രബന്ധ രൂപത്തിൽ തന്നെ തയ്യാറാക്കണം എന്ന് ഡോക്ടർ ജേക്കബ് സാംസൺ നിർദ്ദേശിച്ചതനുസരിച്ച് ആണ് വിശദമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അത് പുസ്തക രൂപത്തിൽ വരുമ്പോൾ എല്ലാവർക്കും വായിക്കാം. ഇതിൻ്റെ ഒരു ചുരുക്ക രൂപം മാത്രമേ ഇവിടെ പറയാൻ സമയം അനുവദിക്കുന്നുള്ളൂ. മഹാകാവ്യ പ്രസ്ഥാനം, മഹാകാവ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ പലരുടെയും നെറ്റിക്കൊരു ചുളിവ് ഉണ്ടാകും. കാരണം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള രചനാരൂപങ്ങൾ ഉണ്ടാകുമോ, ഉണ്ടാകുന്നുണ്ടോ, ഉണ്ടാകണമോ
എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. ജിജി പോലെയുള്ള കവിതകൾ എഴുതി ഒരുപാട് വിവാദവും ചർച്ചയും സംവാദവും ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ, എൻ്റെ സുഹൃത്താണ് ടോണി കെയർ, അദ്ദേഹത്തിൻ്റെ കവിതകളെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ജിജി എന്നുള്ള കവിതയെ മുൻനിർത്തിയിട്ടാണ് ഇന്ന് മലയാള കവികളും നിരൂപകരും അധ്യാപകരും ഒക്കെ സംസാരം നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മുടെ പ്രാക്തന കാവ്യ സമ്പത്തുകളിൽ ഒന്നായിട്ടുള്ള മഹാകാവ്യത്തിൻ്റെ ഒരു പുതിയ രൂപം നമുക്കിവിടെ കിട്ടുന്നത്, ഗോത്രഗാഥ എന്ന പേരിൽ. മഹാകാവ്യത്തിൻ്റെ ലക്ഷണം, മഹാകാവ്യത്തിൻ്റെ നിർവചനം, എങ്ങനെയാണ് ഒരു കാവ്യം മഹാകാവ്യമായിട്ട് മാറുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ചർച്ചകൾ പഴയ കാലം മുതൽ തന്നെ, ക്രിസ്തു വർഷം ആരംഭം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്കൃത സാഹിത്യ പ്രസ്ഥാനത്തിൽ നിന്നുമാണ്, അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുമാണ് മലയാളത്തിലേക്ക് മഹാകാവ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്. സന്ദേശകാവ്യവും ചമ്പൂകാവ്യം, ഇങ്ങനെ പല കാവ്യരൂപങ്ങൾ സംസ്കൃതവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് മലയാളത്തിൽ അത്തരത്തിലുള്ള രചനകൾ ഉണ്ടായിട്ടുള്ളത്. മഹാകാവ്യവും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അശോക് ഘോഷൻ്റെ ബുദ്ധചരിതം മുതൽ കാളിദാസൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുമാരസംഭവവും രഘുവംശം പോലെയുള്ള മഹാകാവ്യങ്ങളൊക്കെ സംസ്കൃതത്തിൽ ഏറെ ശ്രദ്ധേയമായതിന് ശേഷമാണ് മലയാളത്തിലേക്ക് മഹാകാവ്യ രൂപത്തിലുള്ള രചനകൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ അതിൻ്റെ ചരിത്രമാണ്. മലയാളത്തിൽ മഹാകാവ്യം ഉണ്ടാകുന്നത് 1914 രചിക്കപ്പെടുന്ന അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്ര വിലാസത്തോടു കൂടിയാണ് എന്നാണ് സാഹിത്യ ചരിത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അതിനും ഒരു 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലയാളത്തിൽ ഒരു മഹാകാവ്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ ജേക്കബ് സാംസൺ സൂചിപ്പിച്ചതുപോലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്നുള്ള കാവ്യമാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ആ ഗാഥ എന്നുള്ള പേര് തന്നെ പാട്ട് എന്നുള്ള അർത്ഥമാണ് ഗാഥയ്ക്ക് ഉള്ളത്. കൃഷ്ണപ്പാട്ട് എന്നും കൃഷ്ണഗാഥയെ പറയും. ലക്ഷണം അനുസരിച്ചുള്ള, ഇപ്പോൾ സർഗബന്ധോ മഹാകാവ്യം എന്ന് തുടങ്ങുന്ന, അത് ആചാര്യ ദണ്ഡി എന്നുള്ള സംസ്കൃത സൗന്ദര്യശാസ്ത്രകാരൻ നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാവ്യാദർശം എന്ന കൃതിയിൽ എഴുതി വച്ചിട്ടുള്ളതാണ് അതിൻ്റെ ലക്ഷണം. വലിയ ഒരു പരമ്പര തന്നെ ഈ ലക്ഷണത്തിൻ്റെ മഹാകാവ്യത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് ആചാര്യ ദണ്ഡി സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല, അതൊക്കെ മഹാകാവ്യ പ്രസ്ഥാനത്തെപ്പറ്റി പഠിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ആ ലക്ഷണങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള ധാരാളം കാവ്യങ്ങളുണ്ട്. പക്ഷേ ഈ ലക്ഷണങ്ങളെ അന്ധമായിട്ട് പിന്തുടരുക എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലക്ഷണത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വതന്ത്രമായ ഒരു മഹാകാവ്യ രചനയാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ മഹാകാവ്യം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്നുള്ളത്. സർഗബന്ധം എന്ന് ഓരോ സർഗമായിട്ട് തിരിച്ച് 6 മുതൽ 30 വരെയുള്ള സർഗങ്ങൾ ഒരു മഹാകാവ്യത്തിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. 18 ഘടകങ്ങളെ പറ്റിയുള്ള വർണ്ണന മഹാകാവ്യത്തിൽ ഉണ്ടായിരിക്കണം. അതിലെ നായകൻ ആരായിരിക്കണം, എങ്ങനെയുള്ള ആളായിരിക്കണം, ഇതിവൃത്തം എന്തായിരിക്കണം എന്നൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ അന്ധമായിട്ട് പിന്തുടരുകയല്ലാതെ അതിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എന്നുള്ള മഹാകാവ്യം രചിച്ചിട്ടുള്ളത്. സംസ്കൃതത്തിൽ മഹാകാവ്യം എഴുതുമ്പോൾ അത് സംസ്കൃത വൃത്തത്തിൽ തന്നെ ആയിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. പക്ഷേ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അവിടെയാണ് ഔചിത്യപൂർവം വ്യതിചലിക്കുന്നത്. ചെറുശ്ശേരി എഴുതുന്ന സംസ്കൃത മഹാകാവ്യം അല്ല, മലയാളത്തിൻ്റെ മഹാകാവ്യമാണ് എഴുതുന്നത്. അതുകൊണ്ട് മലയാളത്തിൻ്റെ താളത്തിലും ഈണത്തിലും ആണ് ചെറുശ്ശേരിക്ക് കാവ്യം രചിക്കേണ്ടത്. അതുകൊണ്ട് ദ്രാവിഡ വൃത്തം സ്വീകരിച്ചു. നമുക്കറിയാം ഗാഥാവൃത്തം എന്ന് പ്രസിദ്ധമായിട്ടുള്ള മഞ്ചരി വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. പല ഈണത്തിൽ പല താളത്തിൽ ഒക്കെ പാടാവുന്ന തരത്തിലുള്ള, ആർക്കും പാടാവുന്ന, അതാണ് കൃഷ്ണഗാഥയുടെ പ്രചാരത്തിന് കാരണവും. അപ്പോൾ വൃത്തതലത്തിൽ മഹാകാവ്യ സങ്കല്പത്തെ പൊളിച്ചെഴുതുകയാണ് ചെറുശ്ശേരി ചെയ്യുന്നത്. അതുപോലെ സർഗസങ്കല്പത്തിൻ്റെ കാര്യത്തിൽ 1-ാം സർഗം 2-ാം സർഗം 3-ാം സർഗം എന്ന് ഓരോ സർഗത്തിന് സംഖ്യ കൊടുത്ത് അതിന് ഉപശീർഷകം കൊടുത്തല്ല ചെറുശ്ശേരി രചിച്ചിട്ടുള്ളത്, കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. 47 ഖണ്ഡങ്ങളുണ്ട്. ഈ 47 ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്.
കൃഷ്ണോൽപ്പത്തി മുതൽ സ്വർഗാരോഹണം വരെ എന്നുള്ളത്. അതിൽ ഓരോ ഖണ്ഡത്തിനും ശ്രീകൃഷ്ണൻ്റെ ജീവിത ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയെ 47 കഥാഭാഗങ്ങളായിട്ട് നമുക്കിതിനെ സർഗമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സർഗസങ്കല്പം അവിടെ പാലിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ചെറുശ്ശേരി 1-ാം സർഗം 2-ാം സർഗം എന്നല്ല പേര് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ രൂപപരമായിട്ട് അതിൻ്റെ താളപരമായിട്ട് ഉള്ള ഘടകങ്ങളിലൊക്കെ ചെറുശ്ശേരി സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വതന്ത്രമായിട്ടുള്ള കൃഷ്ണഗാഥാ കാവ്യം രചിച്ചിട്ടുള്ളത്. മലയാളികൾക്ക് ഏറ്റവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറുശ്ശേരിയുടെ എരിശ്ശേരിയിൽ ഇളക്കി നോക്കിയാൽ, അതിൽ മുഴുകി നോക്കിയാൽ എല്ലാ രസങ്ങളും എല്ലാ കഷ്ണങ്ങളും എല്ലാ ഭാവങ്ങളും എല്ലാ ജീവിത അനുഭവങ്ങളും ജീവിത അവസ്ഥകളും നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു അർത്ഥത്തിൽ ലീലാവതി ടീച്ചറൊക്കെ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് തന്നെയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ മഹാകാവ്യ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം രചിച്ച ടി.പി. ബാലകൃഷ്ണൻ നായർ പ്രത്യേക മലയാളത്തിലെ ആദ്യ മഹാകാവ്യം എന്ന ഉപശീർഷകം കൊടുത്തിട്ട് തന്നെയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെ പറ്റിയിട്ട് പറയുന്നത്. ഞാൻ ഈ കൃഷ്ണഗാഥയെ പറ്റി സൂചിപ്പിച്ചത് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് കൃഷ്ണഗാഥ മുതൽ ഗോത്രഗാഥ വരെ ഉള്ള മലയാള മഹാകാവ്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ കൃഷ്ണഗാഥയിൽ നമ്മൾ സംസ്കൃതത്തിലുള്ള മഹാകാവ്യങ്ങളെയും മലയാളത്തിൽ നിയോ ക്ലാസിക് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച രാമചന്ദ്രവിലാസം തുടങ്ങിയ കൃതികളെയൊക്കെ ഉള്ളൂരിൻ്റെ ഉമാകേരളമുണ്ട്, വള്ളത്തോളിൻ്റെ ചിത്രയോഗമുണ്ട്, രുക്മാംഗതചരിതമുണ്ട്, ഇങ്ങനെ ധാരാളം മഹാകാവ്യങ്ങൾ നിയോ ക്ലാസിക് കാലഘട്ടത്തിൽ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ തന്നെ സംസ്കൃത മഹാകാവ്യങ്ങൾ രചിച്ചവരുണ്ട്. കെ.എൻ. എഴുത്തച്ഛൻ്റെ കേരളോദയം പോലെയുള്ള കാവ്യങ്ങൾ ഒക്കെ കേരളത്തിൽ നിന്നുണ്ടായ സംസ്കൃത കാവ്യങ്ങളാണ്. ഇങ്ങനെ മഹാകാവ്യത്തിൻ്റെ പല രീതി വൈവിധ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കൃഷ്ണഗാഥ മുതൽ നമ്മൾ പറയുമ്പോൾ ശുദ്ധ മലയാളത്തിലുണ്ടാകുന്ന മഹാകാവ്യങ്ങൾ, ആ മഹാകാവ്യങ്ങളുടെ അവസാനത്തെ ഒരു കൃതിയായിട്ടാണ് ജേക്കബ് സാംസൻ്റെ ഗോത്രഗാഥ വരുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണഗാഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രണ്ട് കൃതികളെയും ആ ഒരു കാലഘട്ടത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് 15-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ എത്തുമ്പോൾ ഉള്ള ഒരു കാലഘട്ടം, ഒരു 6 നൂറ്റാണ്ട് എടുക്കുമ്പോൾ അതിലുണ്ടായിട്ടുള്ള മഹാകാവ്യങ്ങളിൽ ആധുനിക കാലഘട്ടത്തിലുണ്ടായ മഹാകാവ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാവ്യമാണ് ഗോത്രഗാഥ എന്നുള്ള കാവ്യം. അപ്പോൾ ഇവിടെ കൃഷ്ണഗാഥയെ പറ്റി പറഞ്ഞപ്പോൾ ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ആ സ്വാതന്ത്ര്യങ്ങളാണ് ആ കൃതിയെ സ്വതന്ത്രമായ മൗലികമായിട്ടുള്ള ഔചിത്യപൂർവ്വമുള്ള കുറേ വ്യതിയാനങ്ങൾ മഹാകാവ്യ സങ്കല്പത്തിൽ കൊണ്ടുവന്നു. ലക്ഷണം നോക്കുകയാണെങ്കിൽ അതിനകത്ത് സർഗത്തിന് പകരം ഖണ്ഡം എന്നുള്ള ഒരു വിഭജനമാണ് കാണാവുന്നത്. വൃത്തം സങ്കല്പം മാറിയിരിക്കുന്നു. നായകൻ നമുക്കേവർക്കും അറിയാവുന്ന പോലെ ശ്രീകൃഷ്ണൻ്റെ കഥയാണ്. ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണുള്ളത്. ഇതിവൃത്തം പുരാണ പ്രസിദ്ധമായിരിക്കണമെന്ന് ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ് കൃഷ്ണഗാഥയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. എന്നാൽ ചില സംഗതികളിൽ സ്വതന്ത്രമായിട്ടുള്ള ചില നിലപാടുകൾ ചെറുശ്ശേരി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ആദ്യത്തെ മഹാകാവ്യം എന്ന് സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ വിശേഷിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവുന്ന ഒരു മഹാകാവ്യം കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളമാണ്. അതും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അനുശാസിക്കുന്ന തരത്തിൽ എഴുതുന്നതും സംസ്കൃത വൃത്തത്തിലാണ്. ശ്രീകൃഷ്ണചരിതം ഓരോ സർഗത്തിലും വൃത്തം മാറി മാറി ഉപയോഗിക്കണം എന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വൃത്തങ്ങളിൽ അനിഷ്ടുപ്പ് മുതൽ വസന്തതിലകവും മാലിനിയും ഒക്കെ പല വൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്കൃത വൃത്തത്തിൽ തന്നെ രചിച്ചിട്ടുള്ളതാണ് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം. അത് കഴിഞ്ഞതിന് ശേഷമാണ് 20-ാം നൂറ്റാണ്ടിൽ വരുന്ന നിയോ ക്ലാസിക് കാലഘട്ടത്തിൽ വരുന്ന, അതായത് ക്ലാസിക് രചനകളെ അതിൻ്റെ നിയമവ്യവസ്ഥകളെ ഒക്കെ പിന്തുടർന്നുകൊണ്ട് രചിക്കുന്ന കാവ്യങ്ങൾ, അതിനെയാണ് നിയോ ക്ലാസിക് കാവ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അത്തരത്തിലുള്ള നിയോ ക്ലാസിക് കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമായിട്ട് കൃത്യമായിട്ട് നമ്മൾ കാലം പറയുകയാണെങ്കിൽ ഒരു 1880 മുതൽ 1930 വരെയുള്ള ഒരു 50 വർഷക്കാലം നിയോ ക്ലാസിക് കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്ര വിലാസം പോലെയുള്ള കാവ്യങ്ങൾ വരെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിയോ ക്ലാസിക് കാലഘട്ടത്തിലെ കാവ്യങ്ങളെല്ലാം ഈ നിയമത്തെ അനുസരിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള കാവ്യമാണ്. അതുപോലെ മഹാകവി പട്ടം ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാകാവ്യം എഴുതിയവരാണ് അവരിൽ ഏറെയും ഉള്ളത്. മഹാകാവ്യം എഴുതിയാൽ മഹാകവി എന്നുള്ള ഒരു സ്ഥാനപ്പേര്, ഒരു ബിരുദം ലഭിക്കും എന്നുള്ളതുണ്ട്. അങ്ങനെയാണ് വള്ളത്തോളൊക്കെ ചിത്രയോഗം എഴുതുന്നത്. ഉള്ളൂരിൻ്റെ ഉമാകേരളം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിന് കുമാരനാശാൻ മഹാകാവ്യം എഴുതിയില്ല. ആശാൻ മഹാകാവ്യങ്ങളെ വിമർശിക്കുകയാണ് ചെയ്തത്. ഈ കൊല്ലത്തൊക്കെ ക്ഷേത്ര ഉത്സവങ്ങളോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ നെടുങ്കുതിര എന്നുള്ള നെടുങ്കുതിര കെട്ടി എഴുന്നള്ളിക്കുന്നതിനോടാണ് ആശാൻ മഹാകാവ്യങ്ങളെ സാദൃശ്യപ്പെടുത്തിയത്.
ചിത്രയോഗത്തെപ്പറ്റി ചിത്രയോഗ നിരൂപണം എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ തന്നെ ആശാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ നിയോ ക്ലാസിക് പ്രവണതകളെ അന്ധമായിട്ട് പിന്തുടർന്നുകൊണ്ടുള്ള രൂപത്തെ പിന്തുടരുക എന്നുള്ളതാണ് നിയോ ക്ലാസിക് കാലഘട്ടത്തിലെ മലയാളത്തിലെ മഹാകാവ്യം എഴുതിയ കവികളൊക്കെ പിന്തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ പലതും തന്നെയും ഈ പുതുമകൾ ആവിഷ്കരിക്കാൻ, പഴയ കാവ്യസങ്കല്പങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു തുടക്കം ഉണ്ടാകുന്നത് ഈ ക്രൈസ്തവ ഇതിവൃത്തം മഹാകാവ്യത്തിന് വിഷയമാക്കിക്കൊണ്ട് ബൈബിൾ കഥകളെയും ഉൽപ്പത്തി പുസ്തകത്തെ, പുതിയ നിയമത്തെ, പഴയ നിയമത്തെ ഒക്കെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുദേവ ചരിതം വിഷയമാക്കിക്കൊണ്ടുള്ള മഹാകാവ്യങ്ങളാണ് അതിലൊരു മാറ്റം ഉണ്ടാകുന്നത്. ക്രൈസ്തവരുടെ ആദികാവ്യം എന്ന വിശേഷണം നേടിയ വിശ്വദീപം എന്നുള്ള ആധുനികതയുടെ കാലഘട്ടത്തിൽ 1965 രചിക്കപ്പെട്ട മഹാകാവ്യം, അത് പുത്തൻകാവ് മാത്തൻതരകനാണ് അതിൻ്റെ വിശ്വദീപത്തിൻ്റെ രചയിതാവ്. രാമായണത്തിലെ കാണ്ഡവിഭജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉള്ളതാണ്. ക്രൈസ്തവരുടെ ആദികാവ്യം ക്രൈസ്തവ രാമായണം എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. മലയാളത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനൊക്കെ മലയാളത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്, വാൽമീകി രാമായണം സംസ്കൃതത്തിൽ, അധ്യാത്മരാമായണം കിളിപ്പാട്ടിന് തുല്യമായുള്ള സ്ഥാനം ഈ ക്രൈസ്തവ ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് രചിച്ച വിശ്വദീപം പോലെയുള്ള കാവ്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ക്രിസ്തുദേവ ചരിതം, ഇടയാറന്മുള KM വർഗീസിൻ്റെ ക്രിസ്തുദേവ ചരിതം ഉണ്ടാകുന്നു. TV മാത്യുവിൻ്റെ ദിവ്യസംഗീതം ഉണ്ടാകുന്നു. മാത്യു ഉലകുന്നറയുടെ ക്രിസ്തുഗാഥ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇതിവൃത്തപരമായിട്ട് ഉള്ള ഒരു പുതിയ ചുവടുവയ്പ്പാണ് ഈ ക്രൈസ്തവ ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള കാവ്യങ്ങൾ. അത്തരത്തിൽ ഉള്ള പുതിയ കാലഘട്ടത്തിലെ, ഉത്തരാധുനിക കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ഒരു മഹാകാവ്യം എന്ന നിലയിലാണ് ജേക്കബ് സാംസൻ്റെ ഗോത്രഗാഥ പ്രസക്തമാകുന്നത് എന്നാണ്. ഇവിടെ ഞാൻ കൃഷ്ണഗാഥയിൽ ഇത് രണ്ടും ചേർത്ത് വെക്കുന്നത്, കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി പ്രഖ്യാപിച്ച ചില സ്വാതന്ത്ര്യങ്ങൾ ഈ 21ാം നൂറ്റാണ്ടിൽ ജേക്കബ് സാംസൺ ഏറ്റെടുത്ത് ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഒരു പുതിയ മഹാകാവ്യം രചിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംസ്കൃതത്തിലെ മഹാകാവ്യ ലക്ഷണവും കൃഷ്ണഗാഥയിലെയും ശ്രീകൃഷ്ണചരിതത്തിലെയും രാമേന്ദ്രവിലാസത്തിലെയും ഒക്കെ മഹാകാവ്യ സങ്കല്പങ്ങളെ അതിൻ്റെ സാംസ്കാരിക സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലഘട്ടത്തിന് അനുസൃതമാകുന്ന തരത്തിൽ പഴയ ഇതിവൃത്തത്തെ പുനരാവിഷ്കരിക്കുകയാണ് ഗോത്രഗാഥയിൽ ചെയ്യുന്നത്. അതാണ് ആ കൃതിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇവിടെ അന്ധമായിട്ടുള്ള അനുകരണം ഒട്ടുമേ ഇല്ല എന്നുള്ളതാണ്. അതിനെ പുതിയ കാലഘട്ടത്തിന് യോജിക്കുന്ന തരത്തിൽ അത് രൂപപരമായിട്ട്, നമ്മളൊരു മഹാകാവ്യം എന്ന് പറയുമ്പോൾ അത് വളരെ വിശദമായിട്ട് വർണ്ണിച്ചു പോകുന്ന ഒരു കാവ്യം എന്ന സങ്കല്പമാണല്ലോ ഉള്ളത്. ഇവിടെ ഓരോ സർഗം, 20 സർഗമാണ് ഗോത്രഗാഥയിൽ ഉള്ളത്. ഓരോ സർഗത്തിനും കൃത്യമായിട്ടുള്ള പേര് കൊടുത്തിട്ടുണ്ട്, ഇതിവൃത്തത്തിനനുസരിച്ചുള്ള പേര് കൊടുത്തിട്ടുണ്ട്. 20 സർഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് 20 കാവ്യഖണ്ഡങ്ങളായിട്ട് കാണാവുന്നതാണ്. ഇതിൽ ഈരടി തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, സംസ്കൃത മഹാകാവ്യങ്ങളിൽ ശ്ലോകങ്ങളാണ്. ഇവിടെ ശ്ലോകങ്ങൾക്ക് പകരം ഈരടിയാണ്, ചെറുശ്ശേരി ഈരടികളായിട്ടാണ് എഴുതിയിട്ട്. ദ്രാവിഡ വൃത്തങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഈരടി രീതിയിലാണ്, 2 വരി എന്നുള്ള ക്രമത്തിലാണ്. ആ രീതിയിൽ ഈരടി ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. വൃത്തത്തിൻ്റെ കാര്യത്തിലും താളത്തിൻ്റെ കാര്യത്തിലും വളരെ സ്വതന്ത്രമായ നിലപാട് എടുത്തിരിക്കുന്നു. വൃത്തം പറയുമ്പോൾ മഞ്ചരി വൃത്തമോ കാകളി വൃത്തമോ കേകാവൃത്തമോ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള വൃത്ത സങ്കല്പമല്ല. വൃത്തത്തെ ഇവിടെ ചോദ്യം ചെയ്യുകയും എന്നാൽ താളത്തെ നിലനിർത്തുകയുമാണ് ചെയ്യുന്നത്. വടക്കം പാട്ടിൻ്റെയും നാടൻ പാട്ടിൻ്റെയും ഒക്കെ താളം അത് ചെറുശ്ശേരിയിൽ നിന്നുള്ളൊരു വിപുലീകരണമാണ്. ദ്രാവിഡ വൃത്തത്തെ സ്വീകരിച്ച ചെറുശ്ശേരിയിൽ നിന്നും ആ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജേക്കബ് സാംസൺ ചെയ്യുന്നത് നാടോടി വൃത്തങ്ങളെ, നാടോടി താളങ്ങളെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. 2-3 വരികളൊന്ന് ശ്രദ്ധിക്കുക. ആദി പിതാക്കളിൽ അബ്രഹാമും, അബ്രഹാമിൻ മകൻ ഇസ്സഹാക്കും, ഇസ്സഹാക്കിൻ മകൻ യാക്കോബും, യാക്കോബിൻ 12 പുത്രന്മാരും, അവരിൽ നിന്നല്ലയോ ഇസ്രയേലിൻ സകല ഗോത്രങ്ങളും ഉത്ഭവിച്ചു. വളരെ ലളിതമായിട്ടുള്ള മലയാളത്തിൽ സംസ്കൃത വൃത്തത്തിൻ്റേതായിട്ടുള്ള ഒരു കടുപ്പം എവിടെയും ഈ കാവ്യത്തിൽ കാണാൻ സാധിക്കുകയില്ല. അത്ര ലളിതമായ ഭാഷയിൽ, ലളിതമായ താളത്തിൽ, ഈണത്തിൽ രചിക്കുന്ന ഗോത്രഗാഥ എന്നുള്ള കാവ്യം, അത് ഇതിൻ്റെ ഇതിവൃത്തം ഇതെല്ലാം ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ വായിക്കാനും പറയാനും ഉള്ള സമയമില്ല.
ഗോത്രഗാഥ ഏത് തരത്തിലാണ് പുതിയ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ സമകാലിക ജീവിതത്തെ ആവിഷ്കരിക്കാൻ പോരുന്ന തരത്തിലുള്ള ഒരുപാട് മഹത് വചനങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു രചനാരീതി. ഒരു കാവ്യമാകുമ്പോൾ ആ കാവ്യത്തിൻ്റെ സന്ദേശം, മെസ്സേജ് എന്തെങ്കിലും ഉണ്ടാകണം. അത്തരത്തിലുള്ള വരികൾ ഈ 20 സർഗങ്ങളിലും കണ്ടെത്താൻ സാധിക്കും. 20 സർഗങ്ങളിലും ഒരു 3 ഓരോന്നിലും 2 or 3 എങ്കിലും സന്ദേശങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. 2-3 എണ്ണം മാത്രം ഒന്ന് ഉദാഹരണം. ഒന്നാമത്തെ സർഗം യാക്കോബിൻ്റെ ജനനം എന്നുള്ള 1-ാം സർഗത്തിൽ ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. പിന്തുടരാൻ ആരുമില്ലാതെയായാൽ മുന്നിൽ നടന്നിട്ട് കാര്യമുണ്ടോ? പഴഞ്ചൊല്ലു പോലെയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഈ നമ്മുടെ സമകാലിക ജീവിതവുമായിട്ടും ജീവിത സാഹചര്യങ്ങളുമായിട്ടും ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വെളിവാകുന്നത്. ചെമ്മീൻ ചാടിയാൽ എവിടെയെത്തും, ചട്ടിയിലെത്തുമ്പോൾ ചാട്ടം തീരും. നമുക്ക് നമ്മുടെ ഒരു നാടൻ ചൊല്ലാണ് അതിനെ ഉപയോഗിച്ചിരിക്കുക. അതുപോലെ അല്ലലില്ലാതെ തനിച്ചിരുന്നാൽ നല്ല വിചാരങ്ങൾ ആർക്ക് വരാൻ, നല്ല വിശപ്പാൽ തളർന്നാൽ ആരും ആഹാരം മാത്രമേ ഓർക്കാറുള്ളൂ, ഒരു ചാൺ വയറിൻ വിശപ്പ് മാറ്റാൻ എന്തെല്ലാം വിട്ടുകൊടുക്കും നമ്മൾ. ഇതെല്ലാം യാക്കോബിൻ്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പഴഞ്ചൊല്ലുകൾ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുന്നുള്ള, നമുക്ക് നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ പോരുന്ന തരത്തിലുള്ളതാണ് ഈ വരികൾ എന്നുള്ളതാണ്. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അത് സമയപരിധി മൂലം വായിക്കുന്നില്ല. ഇനി ഒരു 9 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ബാക്കി ഇത്രയും പേര് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഗോത്രഗാഥ എന്ന മഹാകാവ്യം പുതിയ കാലഘട്ടത്തിൻ്റെ, ഉത്തരാധുനിക കാലഘട്ടത്തിൻ്റെ കാവ്യമാണ്. അല്ലാതെ പഴയ മഹാകാവ്യ സങ്കല്പത്തെ പിന്തുടർന്നുകൊണ്ട്, അന്ധമായി പിന്തുടർന്നുകൊണ്ട് മുമ്പേ ഗമിച്ചിടിന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു രചനാ രീതിയല്ല. ഉത്തരാധുനിക കാലഘട്ടത്തിന് പോരുന്ന തരത്തിൽ മഹാകാവ്യ സങ്കല്പത്തെ പൊളിച്ചുകൊണ്ട് ഒരു പുതിയ മഹാകാവ്യ രൂപമായിട്ട് ജേക്കബ് സാംസൺ ഗോത്രഗാഥ രചിച്ചിരിക്കുകയാണ്. ഈ ഗോത്രഗാഥ എന്നുള്ള മഹാകാവ്യം കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ. മലയാള സാഹിത്യത്തിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ ഇപ്പോൾ തന്നെ അതിന് 3 പതിപ്പുകൾ വന്നു കഴിഞ്ഞു. ഇംഗ്ലീഷിൽ എൻ്റെ വിവർത്തനം വന്നു കഴിഞ്ഞു. കൂടുതൽ ഗോത്രഗാഥ മലയാളികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. ഇതുപോലെയുള്ള പുതുമ, പഴയതിനെ പുതുക്കിയെടുക്കാനുള്ള കഴിവാണ് സർഗാത്മകത എന്ന് പറയുന്നത്. ആ സർഗാത്മകത വേണ്ടുവോളം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള മഹാകവി തന്നെയാണ് ഈ ഡോക്ടർ ജേക്കബ് സാംസൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. നമസ്കാരം. നന്ദി സാർ. ഇനി ക്രൈസ്തവ മഹാകാവ്യങ്ങളും ഗോത്രഗാഥയുടെ കാലിക പ്രസക്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്താൻ ഡോക്ടർ ഷൈനി തോമസിനെ ക്ഷണിക്കുന്നു. ഗോത്രഗാഥയുടെ രചയിതാവ് ഡോക്ടർ ജേക്കബ് സാംസൺ, ബഹുമാനപ്പെട്ട കൃഷ്ണൻ നമ്പൂതിരി സർ, സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഏകദേശം എന്താണ് ഗോത്രഗാഥ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്രൈസ്തവ മഹാകാവ്യങ്ങൾക്ക്, മഹാകാവ്യ ശാഖയിലുള്ള സ്ഥാനം എന്താണെന്ന് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. 1926 ശ്രീയേശു വിജയം എന്ന മഹാകാവ്യം കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള എഴുതുകയുണ്ടായി. അതിനുശേഷം 10 മഹാകാവ്യങ്ങളാണ് ക്രൈസ്തവ മഹാകാവ്യ ശാഖയിൽ പെടുന്നതായിട്ടും പ്രശസ്തമായിട്ടുള്ളത്. അതിൽ പുത്തൻകാവ് മാത്തൻ തരകൻ്റെ വിശ്വദീപം എന്ന കൃതി പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കേട്ടു. ക്രൈസ്തവ രാമായണം എന്ന് അറിയപ്പെടുന്ന കൃതിയാണത്. മഹാകവി KV സൈമൺ, അദ്ദേഹത്തിന് സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ പല ഭാഷകളിലും പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേദവിഹാരം എന്നുള്ള ഒരു മഹാകാവ്യം, അതിൽ തത്വചിന്തയും ഉൽപ്പത്തി കഥകളും ഒക്കെയാണുള്ളത്. അതിൻ്റെ പ്രത്യേകത, വേദവിഹാരത്തിൻ്റെ പ്രത്യേകത, എല്ലാ മതങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചിന്തകൾ ആ വേദവിഹാരം എന്ന കൃതിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ മഹാകാവ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടത് ക്രൈസ്തവ ചിന്തകളുടെ മാത്രം അല്ലെങ്കിൽ ക്രൈസ്തവ കഥകളുടെ മാത്രം പരിധിയിൽ ഒതുങ്ങുന്നവയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. എന്താണ് ഗോത്രഗാഥയുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുൻപ് കേട്ട പ്രഭാഷണം അന്വർത്ഥമാണ്. കാരണം ഏറ്റവും ലളിതമായ ഭാഷയിൽ
കഥ പറയുകയാണ്. ഡോക്ടർ ജേക്കബ് സാംസനെ സംബന്ധിച്ചിടത്തോളം മഹാകാവ്യം ആദ്യമായി എഴുതുകയായിരിക്കും. പക്ഷേ അദ്ദേഹം ഇഷ്ടംപോലെ കഥകളും ലേഖനങ്ങളും എഴുതാത്തതായിട്ടൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവയെല്ലാം സാധാരണ ജനങ്ങളോട് വളരെ എളുപ്പത്തിൽ സംവദിക്കുന്നതുമാണ്. പൊതുജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലും ആശയസംവേദനം വളരെ ലളിതമായി നടക്കുന്നതും. അതുകൊണ്ട് ഗോത്രഗാഥ മഹാകാവ്യ ലക്ഷണങ്ങളുടെ നിബന്ധനകളെ ഉൾക്കൊള്ളുകയും എന്നാൽ പുതുമകളെ ആവിഷ്കരിക്കുകയും പുതിയ സമീപനങ്ങളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രചിക്കപ്പെട്ടതുകൊണ്ട് ഒരു പ്രാവശ്യം ഗോത്രഗാഥ വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും. കാരണം അതിൽ ചെറുശ്ശേരി പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പോൾ കാരസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് പറയുന്നത് പോലെ ലോകോക്തികൾ കൊണ്ടും സാരോപദേശങ്ങൾ കൊണ്ടും കൗതുകകരമായ പഴഞ്ചൊല്ലുകളുടെ പുനരാവിഷ്കാരങ്ങൾ കൊണ്ടും ഒക്കെ സമ്പന്നമാക്കുവാനായിട്ട് എഴുത്തുകാരൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോത്രഗാഥ വായനക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. ക്രൈസ്തവ മഹാകാവ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സമീപനം ഒരു കൃതിയും സ്വീകരിച്ചിട്ടില്ല. രാമായണത്തെ അനുകരിക്കുന്ന തരത്തിലുള്ള വിശ്വദീപത്തിലോ ഉൽപ്പത്തിയുടെ കഥ പറയുന്ന വേദവിഹാരത്തിലോ ശ്രീയേശു ചരിത്രത്തിലോ ഒന്നും ഇത്തരമൊരു സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഗോത്രഗാഥയുടെ പ്രത്യേകതയും. ഈ കാലഘട്ടത്തിൽ മഹാകാവ്യം എഴുതാൻ ധൈര്യം കാണിക്കുന്നതും പ്രത്യേകം നമ്മൾ ശ്ലാഘിക്കേണ്ടതാണ്. മറഞ്ഞു പോവുകയും ചെയ്യുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം രചനകളെ എഴുതാനുള്ള ധൈര്യം പ്രകടിപ്പിക്കുകയും അത് ഫലവത്തായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്ത ഡോക്ടർ ജേക്കബ് സാംസന് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ്. ഒരു കാലഘട്ടത്തിൽ മഹാകവി പട്ടം ലഭിക്കാൻ വേണ്ടി മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ പട്ടം നേടാനായിട്ടല്ല ഡോക്ടർ ജേക്കബ് സാംസൺ അത് എഴുതിയിരിക്കുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ സർഗ വൈഭവം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഒരു മഹാകാവ്യം കൂടി എഴുതിക്കൂടാ എന്നായിരിക്കണം അദ്ദേഹം ചിന്തിച്ചതെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഏതായാലും മഹാകാവ്യ പ്രസ്ഥാനത്തിന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭാവന നൽകിയ അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി മാഡം. ബൈബിളിലൂടെ ചുരുളഴിയുന്ന ചരിത്രം ഗോത്രഗാഥയിലെത്തുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷയായ ഡോക്ടർ PJ ക്രിസ്റ്റബലിനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളെ, ഇസ്രായേൽ എന്ന് നാം ഇന്ന് കാണുന്ന രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഭാഗികം രൂപപ്പെടുത്തുന്നതിൽ യാക്കോബ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പങ്കെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ചരിത്രത്തിലും അല്ലെങ്കിൽ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. സാഹിത്യത്തിലായിക്കോട്ടെ കലയിലായിക്കോട്ടെ യാക്കോബ് എന്നുള്ള ആ വ്യക്തി ഒത്തിരി പേരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പ്രചോദനങ്ങൾ നമുക്ക് മറ്റ് ലോക സാഹിത്യങ്ങളിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഡിവൈൻ കോമഡി പോലത്തെ, അല്ലെ പാരഡൈസ് ലോസ്റ്റ്, ദി പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നൊക്കെ പറയുന്ന വിശ്വപ്രസിദ്ധമായ സാഹിത്യകൃതികളിലെല്ലാം യാക്കോബിൻ്റെ നിഴലാട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയാള ഭാഷയിലെത്തുമ്പോൾ ഇന്ന് നാം കേട്ട് കഴിഞ്ഞു, ക്രിസ്തുവിനെ പറ്റിയൊക്കെ ഒത്തിരി കവിതകളും അല്ലെങ്കിൽ മഹാകാവ്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ മലയാള ഭാഷയിൽ എത്തുമ്പോഴേക്കും ഡോക്ടർ ജേക്കബ് സാംസൺ സാറിൻ്റെ യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ വളരെ വ്യത്യസ്തമായ സൂക്ഷ്മതകളിലേക്ക് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില പാഠങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു മഹാകാവ്യത്തിലൂടെ മലയാള സാഹിത്യത്തിൽ ഒരു മാർക്ക് അദ്ദേഹം അവിടെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്.
മനുഷ്യരെല്ലാവരും വളരെയധികം ദുർബലതകളുള്ളവരാണ്, ഒത്തിരി പോരാട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ്. എന്നാലും ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ വീണ്ടും ആരംഭിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠമാണ് യാക്കോബ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. സോ അങ്ങനെ ഒരു വ്യക്തിയെ അവതരിപ്പിക്കാനായി ജേക്കബ് സാംസൺ സാർ കാണിച്ച ഈ വലിയൊരു ഒരു തീമിനെ ഉപയോഗിച്ചതിനെ ഞാൻ ആദ്യമായി വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇനിയും ഇത് ഒത്തിരി പേരിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഡം. മഹാകാവ്യങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളും സാമൂഹിക അവസ്ഥയും കാലഘട്ടങ്ങളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്താൻ ഡോക്ടർ എം ഗംഗാദേവിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാനമുള്ളവരെ, മഹാകാവ്യങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളും സാമൂഹിക അവസ്ഥയും കാലഘട്ടങ്ങളിലൂടെ എന്ന വിഷയമാണ് ഈ സദസ്സിൽ അവതരിപ്പിക്കുന്നത്. പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ലെങ്കിലും എല്ലാ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് മഹാകാവ്യങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ സ്ത്രീ അവസ്ഥകളും അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങളെയും ഒക്കെ ചിത്രീകരിക്കുന്നത് വളരെ തമസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വ്യക്തിത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള കഥാപാത്രങ്ങളെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. പിന്നെ മഹാകാവ്യങ്ങളുടെ ലക്ഷണത്തിൽ നമ്മൾ പറയുന്ന പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളിലെയും ഒക്കെയുള്ള പ്രഖ്യാതമായ വിഷയങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എഴുതുമ്പോൾ നമുക്ക് സ്ത്രീ അവസ്ഥകളെ ഒന്ന് മാറ്റി എഴുതാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കണം മഹാകാവ്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ഒരു സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ഒരാളായിട്ട് കാണാത്ത രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്നിരുന്നാലും മിക്കവാറും എല്ലാ മഹാകാവ്യങ്ങളിലും ഈ സമകാലിക ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ത്രീ അവസ്ഥകളും സ്ത്രീ കഥാപാത്രങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പം മഹാഭാരതത്തിലെ രാമായണത്തിലെയും കഥകളൊക്കെ എടുക്കുമ്പോൾ തന്നെ പാഞ്ചാലിയും കുന്തിയും അതുപോലെ സീതയും അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും അവരുടെ ജീവിത അവസ്ഥകളും ഇന്ന് സമകാലിക ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഗോത്രഗാഥയിലെത്തുമ്പോൾ എങ്ങനെയാണ് സ്ത്രീ അവസ്ഥകൾ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനകത്തൊരു പ്രത്യേക ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, കെട്ടുകഴിഞ്ഞാൽ പെൺമക്കൾക്ക് പെട്ടെന്നുണ്ടാകും മനസ്സുമാറ്റം, അപ്പനാണെന്നൊന്നും തോന്നുകയില്ല, പെറ്റമ്മയെപ്പോലും വിസ്മരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ ഹന്ത സ്ത്രീകൾക്ക് അവകാശമില്ല, അന്നത്തെ പോലെയാണ് ഇക്കാലത്തും, ഇന്നത്തെ രീതിയാണ് എന്നേ ഉള്ളൂ. അപ്പം സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ സ്ത്രീകൾക്ക് കഴിയാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ അപ്പനൊന്ന് നിശ്ചയിക്കും, മക്കളുടെ കല്യാണം അപ്പൻ നിശ്ചയിക്കും, അതിനനുസരിച്ച് പെൺമക്കൾ പൊക്കോണം എന്നൊക്കെ പഴയ ഒരു ബൈബിൾ കഥയിൽ നിന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിനെ നമുക്ക് ഇന്നത്തെ കാലത്തും പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം മറ്റ് മഹാകാവ്യങ്ങളെ അപേക്ഷിച്ച് സ്ത്രീ അവസ്ഥകൾ, ഈ രീതിയിലുള്ള സ്ത്രീ അവസ്ഥകൾ, അതുപോലെ തന്നെ അമ്മായിയമ്മയും മരുമകളും അങ്ങനെ ഒരു പോരിൻ്റെ ഒരവസ്ഥയും അത്തരത്തിലുള്ള ജീവിതാവസ്ഥകളൊക്കെ തന്നെ ഈ കാവ്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മലയാളത്തിൽ വന്നിട്ടുള്ള മഹാകാവ്യങ്ങളെല്ലാം പരിശോധിച്ചാൽ അതിനകത്തെല്ലാം, അതുപോലെ തന്നെ ഉമാകേരളത്തിൽ ഉമയമ്മ റാണിയുടെ ജീവിതമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റ് മഹാകാവ്യങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു പേര് തന്നെ, സ്ത്രീയുടെ പേര് തന്നെ സ്വീകരിക്കുകയും സ്ത്രീയുടെ ജീവിതം തന്നെ അവരുടെ ധീര വനിതയായിട്ടുള്ള ഒരാളെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചില മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എന്നത്തെയും പോലെ തന്നെ മഹാകാവ്യങ്ങളുടെ ആയാലും സാധാരണ കാവ്യങ്ങളുടെ ആയാലും സാധാരണ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലെങ്കിലും അതുപോലെ തന്നെ ക്ലാസിക്, നിയോ ക്ലാസിക്, കാൽപ്പനിക, ആധുനിക, ഉത്തരാധുനിക എല്ലാ കാലഘട്ടത്തിലാണെങ്കിലും സ്ത്രീ അവസ്ഥകൾ എപ്പോഴും ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ എല്ലായിടത്തും എല്ലാ രംഗത്തും സ്ത്രീകളുണ്ട്. എപ്പോഴും എല്ലാവരും എല്ലാത്തിനെക്കുറിച്ചും പറയുന്നതിനും സ്ത്രീകളുണ്ട്. എവിടെ നോക്കിയാലും എല്ലാ ജോലിക്കാരും എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കാൻ സ്ത്രീകളുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എന്നാണ് പിന്നെ ഈ കാവ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് വളരെ സന്തോഷം. ഇനിയും ഗോത്രഗാഥ പോലെ തന്നെ ഒരു സ്ത്രീ ഗാഥ എഴുതുവാനുള്ള അതേപോലെ ഒരു മഹാകാവ്യം എഴുതാനും അല്ലെങ്കിൽ ഒരു ഖണ്ഡകാവ്യമെങ്കിലും എഴുതാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നന്ദി മാഡം. ശ്രീ ടോബി തലയിലിനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഇനിയൊരു പ്രഭാഷണത്തിന് സമയമില്ല എന്ന് എനിക്കറിയാം. ഈ ഗ്രന്ഥകാരന് എല്ലാ ആശംസകളും നേരുകയാണ്. ഈ പ്രഭാഷണത്തെ ഈ ചർച്ച ഇദ്ദേഹത്തിൻ്റെ പുസ്തകം, അതായത് ഈ മഹാകാവ്യത്തിൻ്റെ പഠനങ്ങൾക്ക്, ചർച്ചയ്ക്ക്, തുടർന്നുള്ള ചർച്ചകൾക്ക് ഒരു ആമുഖം മാത്രമേ ആകുന്നുള്ളൂ എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. ഇദ്ദേഹത്തിൻ്റെ കവിതകളിലെ മറ്റ് കവിതകൾ ധാരാളമായി വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, അതുപോലെ ഖണ്ഡകാവ്യങ്ങൾ വായിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ബൈബിൾ സ്വാധീനം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ധാരാളമായിട്ടുണ്ട്. ഈ കവിതയും ബൈബിളിലെ ഒരു കഥാപാത്രമായ യാക്കോബിനെ പറ്റിയാണ് എന്ന് നമുക്കറിയാം. ഈ കവിതകളിലെല്ലാം സ്ഫുരിക്കുന്ന ആ ദൈവിക ചിന്തയും പ്രബോധനാത്മകതയുമൊക്കെ എടുത്തു പറയേണ്ട സംഗതികളാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള ഈ സ്ത്രീ സമത്വത്തിനെ പറ്റിയൊക്കെയുള്ള കാഴ്ചപ്പാടെല്ലാം ഇപ്പം സൂചിപ്പിക്കുകയുണ്ടായി. ആ കാഴ്ചപ്പാടിനെ തുടർന്ന് അതുപോലെ സ്ത്രീകളെ അവതരിപ്പിക്കുന്ന രീതി വളരെ ഗംഭീരമാണ്. അതിന് ചില വരികൾ മാത്രം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിലെ പ്രധാനപ്പെട്ട സ്ത്രീകളെ അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹാരാനിലെ യാക്കോബ് എത്തുന്ന സമയത്ത് അവിടെ റാഹേലിനെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ റാഹേലിനെ അവതരിപ്പിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: മരുഭൂമിയിൽ മലർവാടി പോലെ, വെയിലത്ത് തൂമഞ്ഞ് പെയ്ത പോലെ. അങ്ങനെയാണ് റാഹേൽ കടന്നു വരുന്നത്. അതുപോലെ റാഹേൽ കിണറിനരികത്തേക്ക് ആടുകളെയും കൊണ്ട് വന്ന് യാക്കോബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു രംഗത്തെ അവതരിപ്പിക്കുന്നത് കുടചൂടി നിൽക്കുന്ന കൂണ് പോലെ, കുടമുല്ലപ്പൂവ് വിരിഞ്ഞ പോലെ. ഇതൊക്കെ വളരെ കാൽപ്പനികമായിട്ടുള്ള വരികളാണെന്ന് തോന്നും. പക്ഷേ സന്ദർഭത്തിന് വളരെ യോജിച്ച രീതിയിലുള്ള കൽപ്പനകളും അതുപോലെ ഉപമകളുമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ കൃതിയിൽ ഉടനീളം സ്ത്രീകളുടെ ഒരു അവതരണം മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം ഒരു കയ്യടി അദ്ദേഹം നേടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ റിബേക്ക എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം, അത് ഈ കഥയുടെ കഥാഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് ആദ്യം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഥ ഒരു കീഴ്മേൽ മറിക്കുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല. അതുപോലെ തന്നെ മറ്റ് ഒരു 1-2 വരികൾ കൂടെ: പക്ഷിജാലങ്ങൾക്കിടയിൽ ഒരു പഞ്ചവർണ്ണക്കിളി വന്ന പോലെ, മുറ്റത്തെ മുല്ലയ്ക്കരികിലൊരു ചെമ്പനീർ പൂ വിരിഞ്ഞ പോലെ, താരാവലികൾക്കിടയിലായി പൂന്തിങ്ങൾ പെട്ടെന്നുദിച്ച പോലെ. ഇങ്ങനെയൊക്കെ സ്ത്രീകളെ വർണ്ണിക്കുന്നത്, സ്ത്രീകളുടെ രംഗപ്രവേശം ഒക്കെ അദ്ദേഹത്തെ, ഇതിലെ കവിയെ, റൊമാൻറ്റിക് കാവ്യഭാവനയെ തൊട്ടുണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ വായനയ്ക്ക് ഒട്ടും മടുപ്പുണ്ടാകാത്ത രീതിയിൽ അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നു. ആദ്യന്തം വളരെ ആസ്വാദ്യകരമായി ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ പറ്റിയുള്ള പുസ്തകം രചിക്കപ്പെടുന്നുണ്ട്. അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രബന്ധം, ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും ആ പുസ്തകം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിൽ ഇതെല്ലാം ഉൾപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും അത് വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഇതിൽ 2 വാക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്ത ഡോക്ടർ ജേക്കബ് സാംസന് നന്ദി പറയുന്നു. എല്ലാവരോടും ഈ പുസ്തകം ധാരാളമായി വായിക്കപ്പെട്ടിട്ട് ആൾറെഡി ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പം അതും എല്ലാവരും വായിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സാർ. ഒറ്റ വാക്കിൽ നന്ദി പറയാൻ ഡോക്ടർ ജേക്കബ് സാംസനെ ക്ഷണിക്കുന്നു. നന്ദി.